കേരള വാട്ടർ അതോറിറ്റിയിലെ പുതിയ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വിവരങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് മീറ്റർ ഇട തസ്തിയിലേക്ക് പുതിയ പോസ്റ്റുകൾ പ്രപ്പോസൽ പ്രകാരം സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. 34 വേക്കൻസികളായിരുന്നു പ്രപ്പോസൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ പറയുന്ന 34 വേക്കൻസികളും സർക്കാർ ഇപ്പോൾ കൃത്യമായി തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയ തസ്തികളായിട്ട് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഓർഡർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. 18-ാം തീയതിയാണ് ഈ ഒരു ഓർഡർ പുറത്തെത്തിയിട്ടുള്ളത്. ഓഗസ്റ്റ് മാസം 18-നാണ് ഈ ഒരു ഓർഡർ എത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓഫീസ് അറ്റൻഡിൽ നിന്ന് കൃത്യമായി 100ഓളം തസ്തികൾ അധികമായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം അവിടെ നോക്കി കൃത്യമായി നമ്മളെ നോക്കിയ ഓർഡറായി ഒരു പ്രപ്പോസലായിട്ട് നമുക്ക് ആ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് അറിയിക്കുകയുണ്ടായി കേരള വാട്ടർ അതോറിറ്റി. അതിനോട് തന്നെ ഈ പറയുന്ന അതിൽ തന്നെ 39 വേക്കൻസികൾ അവിടെ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് നോക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് 34 അധിക തസ്തികളായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നു കേരള വാട്ടർ അതോറിറ്റിയിലെ മീറ്റർ റീഡറുമായിട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 14ഓളം, അതായത് കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്ന് 14ഓളം അധിക തസ്തികളാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത് നോക്കി അധികമായി കണ്ടെത്തിയിട്ട് പ്രപ്പോസലായി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുറേ അധികം പോസ്റ്റുകൾ, അതിൽ തന്നെ കൂടുതലും ടെക്നിക്കൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള നമുക്കറിയാം അവിടെ വാട്ടർ അതോറിറ്റിയിൽ ജോലിഭാരം കൂടുതലാണെന്ന് കണ്ടെത്തി അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാരെ അവിടെ നിയമിക്കണം എന്നുള്ള പ്രപ്പോസൽ അവിടെ വാട്ടർ അതോറിറ്റിയിൽ നിന്ന് നോക്കി കൃത്യമായി സർക്കാരിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇവിടെ കൃത്യമായി നമുക്ക് അവിടെ ആദ്യം തരുന്നത് മീറ്റർ റീഡർ തസ്തികയിലേക്കുള്ള ഉത്തരവ് തന്നെയാണ്. 34 എണ്ണമാണ് ചോദിച്ചത്. ആ 34 എണ്ണവും കൃത്യമായി അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് 34 വന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം, കൃത്യമായി മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഈ പറയുന്ന ഓഫീസ് അറ്റൻഡന്റ് നോക്കി 23,000 ബേസിക് ആയിട്ട് സാലറി വരുന്നത്. ഇനി അങ്ങോട്ടേക്ക് 39 എണ്ണം അവിടെ നിന്ന് ഒഴിവാക്കി 34ലേക്ക്, അതായത് 25,800 ബേസിക് പേ ആയിട്ട് വരുന്ന നോക്കി മീറ്ററുടെ തസ്തികയായിട്ട് ഇത് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. വളരെ നോക്കി അടിപൊളി ആയിട്ടുള്ള ഒരു നോക്കി ഉത്തരവ് തന്നെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ നിന്ന് നമുക്കറിയാം അവിടെ പ്രപ്പോസലായി പോയിട്ടുണ്ടായിരുന്നത് മീറ്റർ ഇടുന്ന തസ്തികയിലേക്ക് നമുക്കറിയാം ഓൾറെഡി എക്സിസ്റ്റ് ആയിട്ടുള്ള തസ്തിക 346 ആയിരുന്നു. 34 എണ്ണമാണ് അവിടെ നോക്കി അഡീഷണൽ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ആ 34 എണ്ണം അവിടെ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കി വെക്കാം. ഈ 34 എണ്ണം ചോദിക്കാനുള്ള കാരണം നമുക്കറിയാം അവിടെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കി വെക്കാം. മീറ്റർ റീഡർ തസ്തിക്ക് നമുക്ക് മൊത്തത്തിൽ വേണ്ടത് 34 എണ്ണമായിരുന്നു വേണ്ടതെന്നുള്ള കാര്യം നമുക്കറിയാം. അതിൽ തന്നെ നമുക്ക് 178 റവന്യൂ സെക്ഷൻസിലായിട്ട് നമുക്ക് ഓരോ സെക്ഷനിലും 2 വീതം ആൾക്കാരെയാണ് മീറ്റർ റീഡറായിട്ട് വേണ്ടത് എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ കൃത്യമായി നമുക്ക് എണ്ണം നോക്കിക്കഴിഞ്ഞാൽ ഒരു 356 ആയിരുന്നു നമുക്ക് ആവശ്യമായിട്ടുണ്ടായിരുന്നത്. അതിനോടുകൂടി നമുക്കറിയാം 50,000-ൽ കൂടുതൽ വാട്ടർ കണക്ഷനുള്ള ഭാഗത്തേക്ക് നമുക്ക് അധികമായി ഒരു 24 മീറ്റർ റീഡർ തസ്തികയുടെ വേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു പ്രപ്പോസലായിട്ട് വാട്ടർ അതോറിറ്റി സർക്കാരിലേക്ക് വെച്ചത്. അതിന് പ്രകാരം നമുക്ക് ടോട്ടൽ ഇനി 380 തസ്തികയായിട്ട് ഇത് ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഉണ്ടായിരുന്ന 346 കൂടെ 34 തസ്തികയും കൂടെ വരുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള, അതായത് വാട്ടർ അതോറിറ്റിക്ക് സുഗമമായിട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള 380 തസ്തികയും അവിടേക്ക് എത്തുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ ആദ്യമായി വരുന്ന ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ഒരുപാട് പോസ്റ്റുകൾ പ്രപ്പോസലായിട്ട് പോയിട്ടുണ്ട്. അവിടെ മീറ്റർ റീഡർ തസ്തികയിലേക്കുള്ള ആ ഒരു 34 എണ്ണം ചോദിച്ചത് സർക്കാർ കൃത്യമായി ഉത്തരവായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ വേണ്ട തസ്തികയാണ് ചോദിച്ചത് പ്രപ്പോസലായിട്ട് വെച്ചുള്ളത്. അത് ആ റിപ്പോർട്ടിന് പ്രകാരം അവിടെ ഓർഡർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറിലേക്ക് നമുക്ക് 20 തസ്തിക ആവശ്യമായിട്ടുണ്ട്. അതേപോലെ തന്നെ നോക്കി കേരള വാട്ടർ അതോറിറ്റിയിലെ ഏറ്റവും നമുക്ക് കൂടുതൽ വേക്കൻസി വരുന്ന ഓക്കെ ആ ഒരു ഗ്രേഡ് 3 പോസ്റ്റിലേക്ക് 380-ൽ പരം ആയിട്ടുള്ള വേക്കൻസികളാണ് പ്രപ്പോസലായി കൊടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ തന്നെ ഓർഡർ ആയിട്ട് വരാനായിട്ടുണ്ട്. അതുപോലെ നമുക്ക് കൃത്യമായി അവിടെ ഗ്രേഡ് 1ലേക്ക് 7ഓളമാണ് 7 വേക്കൻസിയാണ് ചോദിച്ചിട്ടുള്ള പ്രപ്പോസലാണ് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം അവിടെ കൊടുത്തത് ആ ഒരു രീതിയിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു പ്രപ്പോസൽ പ്രകാരം തന്നെ സർക്കാർ ഉത്തരവാക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. അപ്പോൾ അവിടെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പുതിയ നോക്കിയേ ഓർഡറുകളുമായിട്ട് വാട്ടർ അതോറിറ്റിയിൽ നിന്നായി സർക്കാർ നിന്ന് കൃത്യമായി ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് നമുക്കറിയാം മീറ്റർ റീഡർ എന്ന് പറയുന്ന പോസ്റ്റ് ഓൾറെഡി നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് PSCയിൽ. ഇപ്പോൾ നോക്കിയ കൃത്യമായി നമുക്കവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോസ്റ്റുകൾ നമുക്ക് ആ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് എല്ലാവരുടെയും സംശയമായിട്ട് വരിക. അവിടെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം ഓൾറെഡി ഈ ഒരു ലിസ്റ്റ് നമുക്കറിയാം 20-ാം തീയതി ഓഗസ്റ്റ് 20-നായിരുന്നു ഈ ലിസ്റ്റ് കാലാവധി തീരേണ്ടിയിരുന്നത്. 18-ാം തീയതി ഇത് ഓർഡർ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനൊരു സൂചന പറയുന്നത് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ലിസ്റ്റിലേക്ക് തന്നെ ഇത്രയും വേക്കൻസികൾ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏകദേശം അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക.
അപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയറും അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയിലെ ഗ്രേഡ് 3 എക്സാം ഒക്കെ ഇനി നടക്കാൻ വേണ്ടി പോകുന്നു. അതിന്റെയൊക്കെ 3 വർഷം കാലാവധി തീർന്നിട്ടുള്ള ലിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ പുതിയ വേക്കൻസി വന്നു കഴിഞ്ഞാൽ പുതിയ ലിസ്റ്റിലേക്ക് ആയിരിക്കും അത് വരുന്നുണ്ടാവുക എന്ന സൂചനയാണ് അവിടെ തീർന്നിട്ടുള്ളത്. അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് ആണ് ഇനി അങ്ങോട്ടേക്ക് വരാനുള്ളത്. അപ്പൊ ആ ഒരു ഓർഡർ നമുക്ക് പുതിയ ലിസ്റ്റിലേക്ക് ആ ഒരു നോക്കി കൃത്യമായിട്ടുള്ള അഡ്വാൻറ്റേജ് കിട്ടും എന്ന പ്രതീക്ഷ നമുക്ക് വെക്കാം. അങ്ങനെയാണെങ്കിൽ കൃത്യമായി തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. അപ്പോൾ ശുഭപ്രതീക്ഷകളാണ് ഓരോ ദിവസം നമ്മളിലേക്ക് കിട്ടുന്നത്. ആ പ്രതീക്ഷയിൽ പഠനം മികച്ചതാക്കി തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നോക്കി കൃത്യമായി തന്നെ ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കിവിടെ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഓവർസിയർ പോസ്റ്റ് ഒരുപാട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓവർസിയർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഇനിയുള്ള 3 വർഷത്തിലേക്കൊക്കെ നമുക്ക് പുതിയ ഒരുപാട് വേക്കൻസികളിലേക്ക് നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ശക്തമായിട്ടുള്ള പഠനം നമ്മളെ കൊണ്ടുപോകണം. അത്രയും കോമ്പറ്റീഷൻ ലെവലൊക്കെ കൂടിയിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ ആ ലെവലുള്ള പഠനം നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഓവർസിയർ ആവാൻ വേണ്ടിയിട്ട് 3 ബാച്ചുകളാണ് നമുക്ക് ഇവിടെ കൃത്യമായി സൈലം ടെക്നിക്കലിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൽ തന്നെ കൃത്യമായി ഓർത്തു വെക്കാം, ഓൺലൈൻ ആയിട്ടുള്ള ലൈവ് ബാച്ചുകളും ഉണ്ടാകും. അതുപോലെ തന്നെ ഓഫ്ലൈൻ ആയിട്ടുള്ള റെഗുലർ ബാച്ചുകളും ഉണ്ട്. അതുപോലെ ഓഫ്ലൈൻ ആയിട്ടുള്ള സൺഡേ ബാച്ചുകൾ വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായി തന്നെ ഓഫ്ലൈൻ ബാച്ചുകളും അവൈലബിൾ ആണ്. അപ്പൊ ഇതിനൊക്കെ ഫീസ് വരുന്നുണ്ടാവുക. ഓൺലൈൻ ആയിട്ട് ലൈവ് ബാച്ചിന് വരുന്ന ഫീസ് 4999 ആണ്. അതുപോലെ നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് റെഗുലർ ബാച്ചിന് വരുന്നത് 15,000 ആണ്. ദെൻ സൺഡേ ബാച്ച് ഓഫ്ലൈൻ ആയിട്ട് വരുന്നത് 10,000 ആണ്. അപ്പൊ ഇത്രയും കുറഞ്ഞ ഫീസിൽ ഇത്രയും അടിപൊളി കണ്ടന്റുമായിട്ടുള്ള ക്ലാസ്സുകളുമായിട്ട് സൈലം ടെക്നിക്കൽ നിങ്ങളെ ഓവർസിയർ ആക്കാൻ റെഡിയാണ്. അപ്പം ഇതുവരെയും അഡ്മിഷൻ എടുത്തിട്ടില്ല. നമുക്ക് ഇതിന്റെ ഒക്കെ കൃത്യമായിട്ടുള്ള അഡ്മിഷൻ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അഡ്മിഷൻ എടുത്തിട്ടില്ല, പഠനം മികച്ചതാക്കി ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്കൊരു ജോലിയിൽ എത്തണം എന്നൊരു വിശ്വാസം ഉള്ളവരാണ് നിങ്ങളെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ബാച്ചുകളിലേക്ക് ജോയിൻ ആവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് നമ്മളെ ആ ഒരു കോഴ്സിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കിട്ടാൻ വേണ്ടി നമ്മളെ ഈ ഒരു ചാനൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. അങ്ങനെ നോട്ടിഫിക്കേഷൻ കൃത്യമായി ഓൺ ആക്കി വെച്ചോളാം. അപ്പോൾ ഇതുപോലുള്ള ക്വാളിറ്റി കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ആൾ.